പറ്റി പറഞ്ഞു. നമ്മൾ 1986 ഒരു പരിസ്ഥിതി നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. പരിസ്ഥിതി നിയമം ഉണ്ടാക്കിയത് അതിനു മുമ്പ് ആഗോളതലത്തിൽ ഉള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ ആഗോളതലത്തിലുള്ള രാജ്യങ്ങളിലെ വിദഗ്ധന്മാരുടെ കൂടി ചേർന്നിട്ട് എടുത്ത തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരിസ്ഥിതി ആക്ട് 1986 ഉണ്ടാക്കിയത്. ഒരു നിയമം ഉണ്ടാക്കി വെച്ചാൽ പോലും അത് നടത്താനുണ്ട്. 1986 പരിസ്ഥിതി നിയമങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള അതിനോട് ചേർത്ത അനുബന്ധ നിയമങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ആ ബോധമണിക്ക് പോകുമ്പോ ഒരു നീരൊഴുക്കുണ്ട് അല്ലേ? കാണാവുന്ന ഇവിടെ ഈ ഭാഗത്തുള്ളവരാണ് കണ്ടിരിക്കും. ബോധത്തിന് തൊട്ടി പറഞ്ഞു. ഞാൻ ഈ വഴി ഒരു 30 വർഷത്തോളം സഞ്ചരിച്ചാണ്. 30 വാർഡുകളോട് ഈ സഞ്ചരിച്ച 30 വർഷവും അവിടെ ചെല്ലുമ്പോൾ ഇവിടെ നിന്ന് ബോധത്തിലേക്ക് പോകുമ്പോൾ വലതുവശത്ത് ഈ ഒഴുകിക്കൊണ്ടേയിരുന്നു. ഏത് വേനലിൽ എവിടെ നിന്ന് അത്രയും ഉയരത്തില്ല. ഭൂതലം എന്ന ഈ പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശത്ത് ഒന്നാണ് അല്ലേ? അവിടെ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടു ഒരു മലയുടെ മുകളിൽ നിന്ന് എവിടെ നിന്നാണ് വെള്ളം വന്നത്? ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ആ ഭൂതലത്തിലെ ഉറവയിൽ നിന്ന് ഒഴുകുന്ന വെള്ളം ഈ പാലക്കാട് ഒഴിക്കാൻ വേണ്ട മുഴുവൻ വെള്ളം ഉണ്ടായി ഈ സമയത്ത് വർഷാകാലം സംഭരിച്ചാൽ കുറഞ്ഞ ചെലവിൽ എനിക്ക് തോന്നുന്നു. അത് വലിയ തുമ്പിക്കൈകടത്തെന്ന് പറയുന്ന രീതിയിൽ അവിടെ കുതിച്ചടിക്കും. പക്ഷെ അത് സംഭരിച്ചു വെച്ചിരിക്കുന്ന വേറൊരു ഇടമുണ്ട്. ഭൂമിയുടെ ഏതോ ഒരു ഉള്ളറ. ആ ഉള്ളറയിലെ വെള്ളമാണ് ഈ ഓപ്പണിങ്ങിലൂടെ ഈ തുറസിലൂടെ പുറമിലൂടെ പുറത്തേക്ക് വരുന്നത്. അത്രയും ഉയരത്തിൽ ആ ഉള്ളറ നിറഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് മീനമാസത്തിലെ കുടിഞ്ചൂടിലും മഴ പെയ്യാതെ 3 മാസം 4 മാസം കഴിഞ്ഞാലും ആ ഉറവിൽ ഒഴുകുന്നത്. ഇതുപോലെ 100 പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഇടങ്ങളുണ്ട്. ആ പാറയുടെ ആ പ്രദേശം ഉൾക്കൊള്ളുന്ന 100 ഏക്കർ ഒരാളും വാങ്ങി വിലയിരിക്കാം. നമുക്ക് എതിർപ്പുണ്ട്. കാരണം അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം അവിടെ നിന്ന് തീരുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ഈ തൊഴിലാളികളുടെ തൊട്ടിലൂടെ ഒഴുകി മേൽച്ചിലാറ്റിൽ ചെന്ന് അങ്ങനെ പടിഞ്ഞാട്ട് പോയി വേമ്പനാട്ട് കായലിലെ ഉപ്പ് കുറച്ച് അറബിക്കടലിലേക്ക് ഉപ്പ് കുറച്ച് അവിടെ നേരത്തെ ചെയ്യും. ആ ഉറവ ഉൾപ്പെടുന്ന 100 ഏക്കർ ഒരാൾ വാങ്ങി മേൽമണ്ണെല്ലാം നീക്കിയിട്ട് പാറ പൊട്ടിക്കാൻ തോന്നും. നിങ്ങൾക്ക് പറയണമെന്നുണ്ട് ഇത് ക്രൂരമാണ്, അയ്യത്താണ്ടുകളായി നിലവിളിയ മലയാണ് എന്ന് നിങ്ങൾക്ക് പറയണമെന്നുണ്ട്. പക്ഷേ അയാൾ തടഞ്ഞു നിർത്തണമെങ്കിൽ ലാഭം മാത്രം പ്രമാണമാക്കുന്ന അയാൾ തടഞ്ഞു നിർത്തണമെന്ന് നമുക്ക് ചില നിയമങ്ങളുണ്ട്. അതുകൊണ്ടാണ് 1986 പരിസ്ഥിതി നിയമങ്ങൾക്ക് നിർവഹണത്തിന്റെ ഭാഗമായിട്ട് നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ പശ്ചിമഘട്ടത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതാണ്. അത് ചില നിയമനിർമ്മാണം നടത്തണം. നിയമനിർമ്മാണം നടത്തണമെങ്കിൽ പഠനം നടത്തണം. ആ പഠനത്തിലൂടെ കിട്ടുന്നത് എന്താണോ അത് ഇതിനെ തീരുമാനിക്കുന്ന ഗവൺമെന്റാണ്. നിയമമൊന്നായിട്ടില്ല. പക്ഷെ അതറിയാവുന്നവർ പഠിക്കേണ്ടേ പറയാം. ആ അറിയാവുന്നവർ പഠിച്ച് പറഞ്ഞതാണ് അത് കമ്മിറ്റി റിപ്പോർട്ട്. അതിന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും വിദഗ്ധന്മാരായ 14 പേരാണ് ആ കമ്മിറ്റിയിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു. പക്ഷെ എതിർപ്പുകളുണ്ടായി. ഒന്നും വേണ്ട, അത് കേരളത്തെ എല്ലാം നശിപ്പിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എതിരാണ്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യാം? അവർക്ക് വായിച്ചു നോക്കുക. ഓരോ മലയാളികളും വായിച്ചു നോക്കുക. ഈ പശ്ചിമഘട്ടത്തിൽ എന്തെങ്കിലും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടോ? പശ്ചിമഘട്ടത്തിൽ എന്തെങ്കിലും നിയന്ത്രണം വേണ്ടതുണ്ടോ? നിയന്ത്രണം വേണമെങ്കിൽ മാധവകാട്ടിൽ ചെയർമാനായ കമ്മിറ്റി പറഞ്ഞ കാര്യങ്ങളിൽ ഏതേതൊക്കെ വേണം അതൊന്നും നമ്മളില്ലാതെ തീരുമാനിച്ചിട്ടില്ല. അതൊക്കെ ഗവൺമെന്റ് തീരുമാനിക്കണ്ടേ? റിപ്പോർട്ടേ വന്നിട്ടുള്ളൂ. ഇതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കണം. സമ്മർദ്ദം കൂടിയപ്പോൾ ഗവൺമെന്റ് പെട്ടെന്ന് കസ്തൂരി എങ്ങനെ വിട്ടു? തിരുത്തി നോക്കുക. കാരണം സുപ്രീം കോടതിയിൽ നമ്മളൊരു വിധിക്ക് തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണ്? പിന്നെ വെച്ച ഡിവിഷൻ ബെഞ്ച് ഫുൾ ബെഞ്ച്. പിന്നെ ഭരണഘടനാ പ്രശ്നമാണ്. ജഡ്ജിമാരുടെ എണ്ണം കൂടും. ഇന്ത്യയിൽ പിന്നെ തുല്യമാണ്. ഇതിപ്പോ ഈ 14 വിദഗ്ധന്മാര് ഇന്ത്യയിൽ ഏറ്റവും സമർത്ഥന്മാരായിട്ടുള്ള ആളുകൾ നടന്നും പഠിച്ചും ചർച്ച ചെയ്തും ഇതുപോലെ സെമിനാറുകളും വിളിച്ചുകൊണ്ടും ആളുകളെ നേരിട്ട് ചോദിച്ചും തയ്യാറാക്കി റിപ്പോർട്ട് കസ്തൂരി എന്നെ നേരിട്ട്
വന്നിട്ട് പറഞ്ഞു ആളങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു. അവിടെയും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ ജൈവമൊക്കെ പറഞ്ഞു, ജൈവം ഉണ്ടാവണ മണ്ണ് വേണം, ആ മണ്ണിൽ വെള്ളം നിൽക്കണം, മഴ പെയ്യണം, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോ ആ കസ്തൂരിരംഗൻ സമിതി റിപ്പോർട്ട് ഇതിനിടയ്ക്ക് കടക്കുവിടാൻ വേണ്ടിയെന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. അത് നമുക്ക് സംശയങ്ങൾക്ക് വായിക്കാം. റിപ്പോർട്ട് വായിക്കും. മാധവത്തിൽ എന്ത് പറഞ്ഞു, കസ്തൂരിരംഗൻ എന്ത് പറഞ്ഞു, നമുക്ക് ഇതിനെപ്പറ്റി എന്ത് അനുഭവമുണ്ട് എന്നവരെ കുറിച്ച്. അങ്ങനെ ഈ റിപ്പോർട്ട് പറയുന്നതിന് ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഈ 1490 കിലോമീറ്ററിനുള്ള മലനിര ലോകത്തിലെ ഏറ്റവും ജൈവ പ്രാധാന്യമുള്ള ഇടമാണ്. ഏറ്റവും അധികം സസ്യങ്ങൾ, ജീവികൾ, ഭൂമി നിറഞ്ഞ മനുഷ്യർക്ക് മാത്രമായിട്ട് നിലനിൽക്കാൻ പറ്റുന്നതല്ല. അതിനകത്ത് സസ്യങ്ങളുണ്ട്, മത്സ്യങ്ങളുണ്ട്, വിളവുകളുണ്ട്, ബുദ്ധികളുണ്ട്, തവളകളുണ്ട്, അങ്ങനെ ഒരുപാട് ജൈവ ഘടകങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും അധികം ലോകതലത്തിൽ തന്നെ പ്രാധാന്യം വഹിക്കുന്ന ഒരിടം. അവിടെ അനിയന്ത്രിതമായ പ്രവർത്തനം പാടില്ല, നിയന്ത്രിതമായ പ്രവർത്തനം. അതിന് അവർ മാനദണ്ഡം ഉണ്ടാക്കി ഒരു സ്ഥലത്തിന് ഉള്ള പാരിസ്ഥിതിക മൂല്യം കണക്കാക്കുക. ഇപ്പോ ഒരു വലിയ ഉറവ, അങ്ങനെ പറഞ്ഞ പൂത്തള വലിയ തൊട്ടടുത്തുള്ള ഒരു ഉദാഹരണം പറഞ്ഞു, പൂത്തളപ്പിലെ ഉറവ നിലനിർത്തേണ്ടതാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറവയുള്ള സ്ഥലം ഇത് നമ്മളൊരു പോയിന്റ് കൊടുക്കും. അതിന്റെ തലപ്പത്ത് ഒരു കാവ് വെച്ചിട്ടുണ്ട്. ആ കാവിലെ അത്യപൂർവങ്ങളായ നിങ്ങളിവിടെ ഉറുമ്പിനെ കാണാറുണ്ടോ? കുറവ. പക്ഷെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഈ എല്ലാ എതിർപ്പുകൾക്കിടയിലും എന്റെ തൊട്ടായിരിക്കുമ്പോഴേ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഉറുമ്പിനെ കണ്ടു. ഉണ്ട്, വളരെ അപൂർവമായിട്ടുണ്ട്, ഒന്നും ഇല്ലാതെ പറഞ്ഞു. അപ്പൊ അതുപോലെ ഒരു കാവുണ്ടെന്നിരിക്കട്ടെ, ആ കാവിൽ കുറെ ജീവികളുണ്ട്, ആ കാവിൽ നൂറുകണക്കിന് സസ്യങ്ങളുണ്ട്, അത് സംരക്ഷിക്കണം. അപ്പൊ അതിലൊരു പോയില്ലേ ഇങ്ങനെ പാരിസ്ഥിതിക മൂല്യം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു മൂല്യ പട്ടിക ഉണ്ടാക്കി ഈ കമ്മിറ്റി. അതിൽ അവര് ഓരോന്നും പോയിന്റ് കൊടുക്കും. ഒരു പാരിസ്ഥിതിക മൂല്യം 3 താഴെയാണെങ്കിൽ അതിനെ 3 സോണായിട്ട് തിരിച്ചു. ഏറ്റവും കൂടുതൽ പാരിസ്ഥിതിക മൂല്യം ഉള്ള സ്ഥലത്തെ സോൺ 1 പെടുത്തി. നമ്മുടെ നീന്തില തുടങ്ങുന്ന സ്ഥലം നിങ്ങൾക്കൊക്കെ അറിയാമായി. വാഗമണില്, ഒരാഹനത്തില്, തെക്കേറ്റത്തുള്ള പുല്ലുമേട്ടില് കാണുന്ന മലയുടെ ഭാഗത്തു നിന്നാണ് നമ്മുടെ നീന്തിലാറ് ഏറ്റവും അകലെയുള്ള പോയിന്റ് തുടക്കം. ആ പുല്ലുമേട്ടിന്റെ തെക്കോട്ടുള്ള ചെറിയ വെള്ളമാണ് നമ്മൾ വില്ലകയായിട്ടോട്ട് പോകുന്നത്, മണിവിലയായിട്ടോട്ട് പോകുന്നത്. ആ കുന്നിന്റെ കിഴക്കോട്ടുള്ള വെള്ളമാണ് വില്ലയായിട്ടോട്ട് പോകുന്നത്. ഇപ്പൊ നമ്മള് വഴിക്കടവിൽ ചെക്കലാൻ കെട്ടി മിനിറ്റിലാറിനെ അവിടെ തടഞ്ഞു നിർത്തിയിട്ട് തുരങ്കമുണ്ടാക്കിയിട്ട് മിനിറ്റിലാറിന്റെ വഴിക്കടവ് വരെയുള്ള പറഞ്ഞോട്ട് കൊടുക്കുന്നു, വീട്ടിലേക്ക് കൊടുക്കുന്നു. അത് കാരണം അപ്പോൾ ഒരു കുറേ ഉത്ഭവസ്ഥാനമാണോ? ഇങ്ങനെ കുറെ ഘടകങ്ങൾ പാരിസ്ഥിതിക മൂല്യം കണക്കാക്കാതെ പോയിന്റ്. അതിൽ 5 കൂടുതൽ പോയിന്റ് കിട്ടിയാൽ അത് വളരെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സ്ഥലമാണ്. അതിനെ സോൺ 1 പെടുത്തി. 3 മുതൽ 5 വരെയുള്ള പോയിന്റാണ് കിട്ടുന്നതെങ്കിൽ അത് താരതമ്യേന അത്രയും 1-ാം സോണിൽ പെടുന്നതിനേക്കാൾ കുറച്ചുകൂടി ആളുകൾ കൊടുക്കാം. 3-ൽ കുറവ് പാരിസ്ഥിതിക മൂല്യമേ ഉള്ളൂവെങ്കിൽ അതിന് വീണ്ടും ഇളവുകൾ കൊടുക്കാം. ഇങ്ങനെ 3 സോണിൽ പെടുന്ന ഇടങ്ങളാക്കി മാറ്റി. എന്നിട്ട് അവര് ഈ 1,29,000 ചതുരശ്ര കിലോമീറ്റർ എന്ന പ്രദേശത്തെ 9x9 വിസ്തീർണമുള്ള ചതുരങ്ങളായി ആക്കി മാറ്റി. നമുക്ക് ഇപ്പോഴും വലിയ ഒരു ഇടത്തെ പെട്ടെന്ന് പഠിക്കാൻ പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണ്. അപ്പൊ അതിനൊരു മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി 9 കിലോമീറ്റർ നീളം, 9 കിലോമീറ്റർ വീതിയുള്ള ചതുരങ്ങളായിട്ട് പശ്ചിമഘട്ടത്തിലെ ഈ പ്രദേശത്തെ വിഭജിച്ചു.